നമ്മൾ ഐഫോൺ യൂസേഴ്സിനിടയിൽ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് വളരെ പെട്ടെന്ന് തന്നെ ഫില്ലാവുക എന്നുള്ള കാര്യം. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഐഫോൺ 13 പ്രോയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 GB ആണ്. അതിൻ്റെ സൈസ് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ 200 GB മുകളിലേക്കായി. കഴിഞ്ഞ ഒരു വർഷത്തെ യൂസേജ് കൊണ്ടാണ് ഇത്രയും സംഭവിച്ചത്. ഇത് പലരുടെയും യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എങ്കിൽ പോലും ഒരു മെജോറിറ്റി ഓഫ് ഐഫോൺ യൂസേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫില്ലായി പോകുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ സ്റ്റോറേജ് പ്രോബ്ലത്തെ ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുന്നത്. വണ്ടർഷെയറിൻ്റെ മൊബൈൽ ക്ലീൻ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. സോ ദിസ് ഈസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇതാണ് മൊബൈൽ ക്ലീൻ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിന് ഇൻ ആപ്പ് പർച്ചേസ് അവൈലബിൾ ആണ്. നമുക്ക് പ്രോ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ആപ്പ് പർച്ചേസും ഇതിൻ്റെ കൂട്ടത്തിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാം, ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ ആപ്പ് പർച്ചേസ് ഇവിടുന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ UI നോക്കുന്ന രണ്ടാമത്തെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ള സ്മാർട്ട് ക്ലീൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചറാണ്. ഇത് നമ്മുടെ പുതിയ ഐഫോൺ 14 Pro ആയതുകൊണ്ട് തന്നെ അധികം കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഏകദേശം 25% ഫില്ലായി എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മളുടെ 13 Proയിലേക്ക് വരുമ്പം നമുക്കിവിടെ കാണാം ഏകദേശം 83% നമ്മുടെ ഡിവൈസ് സ്റ്റോറേജ് ഫില്ലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മാർട്ട് ക്ലീൻ ഇവിടെ നല്ല ഒരു ഓപ്ഷനാണ്. പക്ഷേ സ്മാർട്ട് ക്ലീൻ്റെ ഫീച്ചറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്നാമത്തത് കലണ്ടേഴ്സാണ്. കലണ്ടേഴ്സിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കലണ്ടേഴ്സിൽ കൊടുത്തിരിക്കുന്ന ഇവൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഈ ഒരു ഇവൻറ്റ്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാം അൺസെലക്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്താൽ നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള മാത്രം സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ക്ലീൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമ്മൾ പോകുന്നത് കോൺടാക്ട്സിൻ്റെ ഓപ്ഷനിലേക്കാണ്. അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും, ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സും ഇൻകംപ്ലീറ്റ് കോൺടാക്ട്സ്. ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം iOS 16 ഒരു ഇൻബിൽറ്റ് ഫീച്ചറാണ്. നമുക്കിപ്പം ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കോൺടാക്ട്സിനെ മെർജ് ചെയ്യാനൊക്കെ സാധിക്കും. രണ്ടാമതുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകംപ്ലീറ്റ് കോൺടാക്റ്റ് ആണ്. ഇതിലൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് iOS 16 ഇപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ കോൺടാക്ട്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ ഒക്കെ നമുക്ക് സാധിക്കും. അതായത് പേര് സേവ് ചെയ്യാത്ത നമ്പർ മാത്രം സേവ് ചെയ്യുന്ന നമ്പേഴ്സാണ് അല്ലെങ്കിൽ കോൺടാക്ട്സ് ആണ് ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. അതും നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഡിലീറ്റ് ചെയ്ത് കളയാൻ ഒക്കെ സാധിക്കുന്നതാണ്. മൂന്നാമതുള്ളത് നമ്മുടെ ഫോട്ടോസിൻ്റെ ഓപ്ഷനാണ്. ഫോട്ടോസിനകത്തേക്ക് പോകാതെ തന്നെ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ കാണാം അതിനകത്ത് പല കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആൽബംസ് ഓർഗനൈസ് ചെയ്യാൻ, ഫോട്ടോ ലൈബ്രറി, നമ്മുടെ എൻറ്റയർ ലൈബ്രറി നമുക്ക് ഓർഗനൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ്, അത് ഓൾറെഡി നമ്മുടെ iOS 16 വന്ന മറ്റൊരു ഫീച്ചറാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫോട്ടോസിനെ കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്, സ്ക്രീൻഷോട്ട്സ്, സ്ക്രീൻ റെക്കോർഡിങ്, പ്ലേസസ്, സിമിലർ വീഡിയോസ് എന്ന് പറയുന്ന കുറേ ഓപ്ഷൻസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ആൽബം ഓർഗനൈസറിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്തു, ഇമേജ് ലെഫ്റ്റിലേക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്താൽ ആ ഇമേജ് നമ്മുടെ ടിൻഡറിലേക്ക് പോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ അത് സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ആൽബം ഓർഗനൈസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു ഓപ്ഷൻ എന്ന് സിമിലർ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സിമിലർ ഫോട്ടോസിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് പോലെയല്ല. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സെയിം എക്സാക്ട് ഡിറ്റോ കോപ്പിയുള്ള മറ്റേതെങ്കിലും ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മെർജ് ചെയ്യുവാണ്. സിമിലർ ഫോട്ടോ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ ബേസ്റ്റ് മോഡിലൊക്കെ ഫോട്ടോസ് എടുക്കുമ്പം അങ്ങനെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫോട്ടോസ് കുറേ എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ നമുക്ക് ആവശ്യമുള്ളതിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി കുറച്ച് ഇമേജസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അൺസെലക്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഞാനൊന്ന് സെലക്ട് ചെയ്യുവാണ്. കാരണം ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫോട്ടോസ്. അപ്പോൾ താഴെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം എത്ര MB ആണ് ആ ഫോട്ടോസ്, എത്ര എണ്ണമാണ് സെലക്ട് ചെയ്തെങ്കിലും കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫോട്ടോസ്, സിമിലർ ആയിട്ടുള്ള ഫോട്ടോസ് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീടുള്ള സ്ക്രീൻ റെക്കോർഡിങ്, ലൈവ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. പ്ലേസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമേജസ് കാര്യങ്ങൾ അതിനെല്ലാം ഒരു ഒറ്റ ബണ്ടിലായിട്ട് നമുക്ക് കാണുകയും അതിനെ അവിടുന്ന് ആവശ്യമില്ലാത്തതിനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. പിന്നെയുള്ള സിമിലർ ഫോട്ടോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിമിലർ വീഡിയോസ്, അത് എക്സാക്ട് സെയിം ടൈം ഫ്രെയിമിലുള്ള വീഡിയോസ് ഒരുമിച്ച് വരുന്നതിന് ആവശ്യമുള്ളതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നീട് താഴത്തേക്ക് പോകും നമുക്ക് മറ്റൊരു സെക്കൻഡറി ഓപ്ഷൻ അവിടുത്തെ കൊടുത്തേക്കുന്നതാണ് PixelPals എന്ന് പറയുന്നത്. അതായത് നമ്മുടെ iPhone 14 Pro Max ഡിവൈസുകൾക്ക് നമുക്കറിയാം ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാം
ഈ ഒരു ആപ്പിനകത്ത് മറ്റൊരു ഈ പിക്സൽ അല്ലെങ്കിൽ ഒരു ഇമോജി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഡൈനാമിക് ഐലൻഡിൻ്റെ മേളിൽ കൂടെ. അപ്പം അതിനുള്ളൊരു സെറ്റപ്പാണിത്, ഈ ഒരു ഓപ്ഷൻ. ഇതിൽ നമുക്ക് പല ഓപ്ഷൻസിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിക്സൽ ഇമേജസിനെ നമുക്കിവിടെ ആനിമേഷൻസിനെ നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതും ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ ഗോസ്റ്റ്, കിഡ്, നിഞ്ച എന്നൊക്കെ പറഞ്ഞ പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു ചെറിയ ആനിമേഷൻ നമുക്ക് റൺ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും അവസാനമുള്ളതാണ് മൈ സബ് എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മളിപ്പം നെറ്റ്ഫ്ലിക്സ് അതുപോലുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻസ് പ്ലാൻസിനെ എല്ലാം കൃത്യമായിട്ട് മന്ത്ലിയുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻസിനെ എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാനും അതിനെ ഓർഗനൈസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഈ ഒരു ഫീച്ചറിലൂടെ. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫീച്ചറും കൂടെ നമുക്ക് ഡിവൈസിൻ്റെ സ്റ്റോറേജ് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യുക, ക്ലിയർ ചെയ്യുക എന്നതിലുപരി നമുക്ക് വന്നിരിക്കുന്ന അഡീഷണൽ ഫീച്ചേഴ്സാണ്. പിന്നീട് ഏറ്റവും അവസാനമുള്ള നമ്മുടെ സ്മാർട്ട് ക്ലീൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റയർ നമ്മളുടെ ഡിവൈസിൻ്റെ ലൈബ്രറി കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ സ്കാൻ ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നമ്മുടെ iPhone 13 പ്രോയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടെങ്കിലുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട്, സിമിലർ ഫോട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഇതിൽ കൊടുത്ത കണ്ടൻസ് എല്ലാം എത്ര സൈസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീൻഷോട്ട് തന്നെ ഏകദേശം 5 GB ആണ് കാണിക്കുന്നത്. അങ്ങനെ സിമിലർ വീഡിയോസ്, ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സ്, എക്സ്പയർഡ് കലണ്ടേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു സ്കാനിങ്ങിലൂടെ കാണാൻ സാധിക്കുകയും മനസ്സിലാക്കാനും നമുക്ക് അവിടുന്ന് തന്നെ ജസ്റ്റ് ഈ സ്ക്രീൻഷോട്ട്സ് കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്കിത് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു സ്മാർട്ട് ക്ലീൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടർഷെയറിൻ്റെ മൊബൈൽ ക്ലീൻ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.